ഓം ശാന്തി. മാനവ ജീവിതം സുന്ദരമായ പുഷ്പത്തിന് സമാനമാണ്. ഈ പുഷ്പം ദിവ്യ ഗുണങ്ങളാകുന്ന സുഗന്ധം കൊണ്ട് സമ്പന്നമാകുമ്പോൾ മാനവൻ ദേവത്വം കൈവരിക്കുന്നു. ഇതിൽ ആസുരീയ ഗുണങ്ങളാകുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ ദുർവാസനകൾ നിറയുമ്പോൾ മാനവൻ അസുരനായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തെ സുഖ ശാന്തി സമ്പന്നമാകാൻ നാം വസ്തുക്കളെയും വ്യക്തികളെയും പദാർത്ഥങ്ങളെയും ആശ്രയിക്കുന്നു. വാസ്തവത്തിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും സാഗരനായ പരംപിതാവായ പരമാത്മാവിൽ നിന്ന് മാത്രമേ ഇവ ലഭിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയുള്ള വിധിയാണ് രാജയോഗം. യോഗം അർത്ഥം മിലനം അഥവാ കൂടിക്കാഴ്ച, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള മിലനം. ഇതിനായി ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള സത്യമായ ജ്ഞാനം ആവശ്യമാണ്. ആത്മാവ് അതിസൂക്ഷ്മമായ ചൈതന്യ പ്രകാശ ബിന്ദുവാണ്. അവിനാശിയായ ആത്മാവ് നശ്വരമായ ദേഹത്തിൽ വസിക്കുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു. ദേഹം ഭൗതിക ഊർജത്തിൻ്റെ അതിസൂക്ഷ്മകണമായ പരമാണുക്കളാൽ നിർമ്മിതമാണ്. പരമാണുക്കൾ അഥവാ ആറ്റംസ് ചേർന്ന് അണു അഥവാ മോളിക്യൂൾ ഉണ്ടാകുന്നു. ഇവയുടെ ചേർച്ചയിലൂടെ മിശ്രിതങ്ങളും കോമ്പൗണ്ട്സ്, മൂലകങ്ങൾ, എലിമെൻറ്റ്സ് ഉണ്ടാകുന്നു. ഇവയുടെ ചേർച്ചയിലൂടെ ജീവകോശങ്ങൾ അഥവാ സെൽസ് ഉണ്ടാകുന്നു. ഇവ ചേർന്ന് കലകൾ, ടിഷ്യൂസ് ഉണ്ടാകുന്നു. അവയുടെ സംയോജനത്താൽ അവയവങ്ങൾ, ഓർഗൻസ് ഉണ്ടാകുന്നു. അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വ്യൂഹങ്ങൾ, സിസ്റ്റംസ് ഉണ്ടാകുന്നു. മനുഷ്യദേഹത്തിൽ ഇത്തരം ഡസനോളം വ്യൂഹങ്ങളുണ്ട്. ശ്വസനേന്ദ്രിയ വ്യൂഹം, റെസ്പിറേറ്ററി സിസ്റ്റം; പചനേന്ദ്രിയ വ്യൂഹം, ഡൈജസ്റ്റീവ് സിസ്റ്റം; സ്നായു നാഡി വ്യൂഹം, നെർവസ് സിസ്റ്റം; അന്തഃസ്രാവ ഗ്രന്ഥി വ്യൂഹം, എൻഡോക്രൈൻ സിസ്റ്റം എന്നിവ ഉദാഹരണങ്ങളാകുന്നു. ഭൗതിക ഊർജത്താൽ നിർമ്മിതമായ ദേഹത്തെ നിയന്ത്രിക്കുന്നത് ആത്മീയ ഊർജങ്ങളാണ്. ആത്മാവ് 7 ആത്മീയ ഊർജങ്ങളാൽ നിർമ്മിതമാണ്. ഇവയെ ആത്മാവിൻ്റെ മൗലിക ഗുണങ്ങളായും ശക്തികളായും വർണ്ണിക്കപ്പെടുന്നു. ഈ ആത്മീയ ഊർജങ്ങൾ പ്രകടമാകുന്നത് മനസ്സിലും ബുദ്ധിയിലും കൂടിയാണ്. സംസ്കാരമാണ് ഇവയുടെ ഉറവിടം. ആത്മീയ ഊർജത്തിൻ്റെ 90% സംസ്കാരത്തിലും അഥവാ സബ് കോൺഷ്യസ് മൈൻഡിലും, ബാക്കി 10% മനസ്സിലും ബുദ്ധിയിലും അതായത് കോൺഷ്യസ് മൈൻഡിലും ഉൾക്കൊള്ളുന്നതായി മനോവൈജ്ഞാനികർ കരുതുന്നു. ആത്മാവിൻ്റെ മൗലിക ഊർജങ്ങളെ വെളുത്ത പ്രകാശത്തിലൂടെ ലഭിക്കുന്ന 7 നിറങ്ങളുമായി ഇങ്ങനെ ബന്ധപ്പെടുത്താം. ഈ സപ്തവർണ്ണങ്ങളെ ഇംഗ്ലീഷിൽ വിബ്ജിയോർ എന്ന് ചുരുക്കി പറയുന്നു. വയലറ്റ് നിറം ആനന്ദത്തിൻ്റെയും, ഇൻഡിഗോ അഥവാ കടും നീല ജ്ഞാനത്തിൻ്റെയും, ബ്ലൂ അഥവാ ഇളം നീല ശാന്തിയുടെയും, ഗ്രീൻ അഥവാ പച്ച സ്നേഹത്തിൻ്റെയും, യെല്ലോ അഥവാ മഞ്ഞ സുഖത്തിൻ്റെയും, ഓറഞ്ച് പവിത്രതയുടെയും, റെഡ് അഥവാ ചുവപ്പ് ശക്തിയുടെയും പ്രതീകമാകുന്നു. ഈ മൗലിക ഗുണങ്ങൾ അഥവാ ആത്മീയ ഊർജങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ കുടികൊള്ളുന്നു. ഇവയ്ക്ക് പുറമെ സംസ്കാരത്തിൽ നമ്മുടെ കർമ്മങ്ങളുടെയും അവയുടെ ഫലങ്ങളുടെയും റെക്കോർഡുണ്ട്. സംസ്കാരത്തിലുള്ള ഈ റെക്കോർഡിൻ്റെ ആധാരത്തിലാണ് മനസ്സിനുള്ളിൽ സങ്കല്പങ്ങൾ ഉദിക്കുന്നത്. ഈ സങ്കല്പങ്ങൾ ശരിയോ തെറ്റോ എന്ന് നിർണയിക്കുന്നത് ബുദ്ധിയാണ്. അതിനുശേഷം സങ്കല്പങ്ങൾ പ്രവൃത്തിയിൽ വരുന്നു. വാസ്തവത്തിൽ നാം ഏവരും നിരന്തരം സങ്കല്പത്തിലൂടെയോ സംസാരത്തിലൂടെ പ്രവൃത്തിയിലൂടെയോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഈ കർമ്മങ്ങളുടെ ഫലം കർമ്മമാകുന്ന വിത്തിൻ്റെ ഗുണത്തിന് അനുരൂപമായിരിക്കും. എനിക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ സുഖം തരുന്ന സങ്കല്പങ്ങൾ ഉണ്ടാകണം. ആത്മാവ് ദേഹത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അതിനെ ദേഹിയെന്നും ദേഹത്തിന് പുറത്താകുമ്പോൾ വിദേഹിയെന്നും പറയാം. ദേഹിയുടെ സൂക്ഷ്മശക്തികളായ മനസ്സും ബുദ്ധിയും ഭൗതിക ദേഹത്തിലെ 100 ട്രില്യൺ, അതായത് 10 മുകളിൽ 20 പൂജ്യം ചേർത്താലുണ്ടാകുന്ന സംഖ്യ ജീവകോശങ്ങളിലും ആത്മീയ ഊർജം എത്തിക്കുന്നതിനാലാണ് ആത്മാവിന് ഭൗതിക ഊർജ കണങ്ങളായ പരമാണുക്കളാൽ നിർമ്മിതമായ ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആത്മീയ ഊർജം നെർവസ് സിസ്റ്റത്തിലൂടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലൂടെയുമാണ് ഈ ജീവകോശങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സ് ഓരോ സങ്കല്പങ്ങളെയും ചിത്രീകരിക്കുന്ന ഒരു TV സ്ക്രീനാണെന്ന് പറയാം. ബുദ്ധിയിലൂടെ നാം രചിക്കുന്ന മനഃചിത്രങ്ങൾ ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു. അതോടൊപ്പം ഈ ചിത്രങ്ങളുടെ, അതായത് വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ പരിതസ്ഥിതികളുടെയോ ഗുണങ്ങളും മനസ്സിൽ അനുഭവപ്പെടുന്നു. സൂര്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചൂടും വെളിച്ചവും അനുഭവപ്പെടുന്നത് ഇതിന് ഉദാഹരണമാണ്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഈ സഹപ്രവർത്തനം നാം രാജയോഗ അഭ്യാസത്തിനായി ഉപയോഗിക്കുന്നു. പരമാത്മാവിൻ്റെയും ആത്മാവിൻ്റെയും സ്വരൂപം അതിസൂക്ഷ്മ പ്രകാശ ബിന്ദുവാണ്. രണ്ടിൻ്റെയും 7 മൗലിക ഗുണങ്ങളും ഒന്നുതന്നെ. രണ്ടിൻ്റെയും വാസസ്ഥാനം പരംധാമം അഥവാ ബ്രഹ്മലോകം തന്നെയാണ്. ആത്മാവിൻ്റെ മൗലിക ഗുണങ്ങൾക്ക് പരിധിയുണ്ട്. എന്നാൽ പരമാത്മാവിൻ്റെ ഗുണങ്ങൾ അനന്തമാണ്. അതിനാലാണ് പരമാത്മാവിനെ സൂര്യനോട് ഉപമിക്കുന്നത്. ആത്മാക്കൾ സൃഷ്ടിനാടകത്തിൽ അഭിനയിക്കാൻ പുനർജന്മം എടുക്കുന്നു. പക്ഷേ പരമാത്മാവ് ഒരിക്കലും ഗർഭത്തിലൂടെ ജന്മം എടുക്കുന്നില്ല. സൃഷ്ടിയിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ പരമാത്മാവ് ഒരു വൃദ്ധ ശരീരത്തിൽ അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുന്നു. പരമാത്മാവിൻ്റെ ഈ സൽക്കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ് ശിവൻ എന്ന നാമം. ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം ചെയ്യുന്നവൻ. ശിവ പരമാത്മാവ് എല്ലാ ആത്മാക്കളുടെയും പരമപിതാവായതിനാൽ നാം അതിസ്നേഹപുരസ്സരം ശിവബാബ എന്ന് വിളിക്കുന്നു. രാജയോഗ ധ്യാനം സാകാര ലോകത്തിൽ നിന്ന് ബ്രഹ്മലോകത്തിലേക്കുള്ള ഒരു നീണ്ട യാത്രയാണ്. ഈ നീണ്ട യാത്രയിൽ ആത്മാവിൻ്റെ സൂക്ഷ്മശക്തികളായ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആത്മബിന്ദുവിനെ ബ്രഹ്മലോകത്തിൽ സങ്കല്പത്തിലൂടെ ഒരു നിമിഷത്തിനുള്ളിൽ എത്തിക്കുന്നു. മനക്കണ്ണ് അഥവാ 3-ാം നേത്രം നമ്മുടെ ദിവ്യബുദ്ധി തന്നെയാണ്. ബുദ്ധി നിർമ്മിക്കുന്ന മനഃചിത്രം നാം മനസ്സാകുന്ന സ്ക്രീനിലൂടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ബുദ്ധിയുടെ ഏകാഗ്രതയും മനസ്സിൻ്റെ സ്നേഹഭാവനയും ഒരേ സമയം പരംപിതാവായ ശിവ് ബാബയിൽ കേന്ദ്രീകരിക്കുക തന്നെയാണ് രാജയോഗ ധ്യാനം. ഈ ധ്യാനത്തിലൂടെ നാം പരമാത്മാവിൻ്റെ ദിവ്യഗുണങ്ങളും ശക്തികളും ആത്മാവിൽ നിറയ്ക്കുന്നു. ശിവബാബയോടുള്ള സർവസംബന്ധങ്ങളുടെയും സുഖവും മാധുര്യവും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈശ്വര അനുഭൂതി ചെയ്യുന്നതിന് ആദ്യം ആത്മ അനുഭൂതി ആവശ്യമാണ്. അതിനാൽ ഞാൻ ഒരു ചൈതന്യ പ്രകാശ ബിന്ദു ആത്മാവാണെന്ന ബോധത്തിൽ ആത്മാവിനെ മനക്കണ്ണുകൊണ്ട് കാണുക തന്നെയാണ് രാജയോഗത്തിൻ്റെ ആദ്യത്തെ പടി. ഞാൻ ദേഹി. എന്നെ പുരികങ്ങൾക്കിടയിൽ തിലകം ചാർത്തുന്ന സ്ഥാനത്ത് തലച്ചോറിനുള്ളിൽ തിളങ്ങുന്ന ചൈതന്യ പ്രകാശ ബിന്ദുവായി
മനക്കണ്ണിൽ കാണുന്നു. ഈ ദേഹി ഭൗതിക ദേഹത്തിലെ 100 ട്രില്യൺ ജീവകോശങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ഓർമ്മയുടെ യാത്രയ്ക്കായി ദേഹിയെ ബന്ധനമുക്തമാക്കേണ്ടിയിരിക്കുന്നു. അതിനായി ഞാൻ ദേഹി സ്വയം ദേഹത്തിന് പുറത്തു വന്ന് തലയ്ക്ക് 8 ഇഞ്ച് മുകളിൽ സ്ഥിതി ചെയ്യുന്നതായി അഥവാ വിദേഹി ആകുന്നതായി സങ്കൽപ്പിക്കുന്നു. ഇനിയും ഞാൻ വിദേഹിയുടെ സമ്പൂർണ്ണ സ്വരൂപത്തെ മനക്കണ്ണിൽ കാണുന്നതിനായി സൂക്ഷ്മ പ്രകാശബിന്ദുവിനെ വികസിപ്പിച്ച് ഒരു ബീജരൂപത്തിൽ അഥവാ പൂജ്യമായി കാണുന്നു. ഈ പൂജ്യത്തിനുള്ളിൽ ആത്മാവിൻ്റെ 7 മൗലിക ഗുണങ്ങൾ വിബ്ജിയോർ ക്ഷേത്രങ്ങളായി കാണുന്നു. എന്നിലെ 7 പ്രകാശക്ഷേത്രങ്ങൾ ഒരു ബീജത്തിന്റെ രൂപത്തിൽ പരിമിതമാണ്. തൻ്റെ വിദേഹി അവസ്ഥയിൽ ഞാൻ എപ്പോഴും 7 മൗലിക ഗുണങ്ങളാൽ സമ്പൂർണമാണ്. യഥാർത്ഥത്തിൽ ശിവബാബ തൻ്റെ മക്കളെ, അതായത് ആത്മാക്കളെ, ഈ സമ്പൂർണ്ണ രൂപത്തിലേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വിദേഹി സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങൾക്കും അപ്പുറം, സൂക്ഷ്മലോകത്തിനപ്പുറം എൻ്റെ സ്വദേശമായ ബ്രഹ്മലോകത്തിൽ എത്തുന്നു. എൻ്റെ പരമപ്രിയനായ ശിവപരമാത്മാവിൻ്റെ പരിധിയില്ലാത്ത പ്രകാശക്ഷേത്രങ്ങളിലെ പ്രകാശകിരണങ്ങൾ അനന്തതയിലേക്ക് വ്യാപിക്കുന്നതായി ഞാൻ കാണുന്നു. ആദ്യമായി ഞാൻ പരമശിക്ഷകനായ ശിവബാബയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ കടും നീല പ്രകാശകിരണങ്ങൾ എൻ്റെ നേർക്ക് വരുന്നതായി കാണുന്നു. ഈ കിരണങ്ങൾ എൻ്റെ ഉള്ളിലെ കടും നീല പ്രകാശക്ഷേത്രത്തിൻ്റെ പ്രകാശം വർദ്ധിപ്പിക്കുന്നു. എനിക്ക് ജ്ഞാനത്തിൻ്റെ ഭിന്ന ഭിന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാസ്റ്റർ ത്രികാലദർശിയും മാസ്റ്റർ ത്രിലോകീനാഥനും മാസ്റ്റർ ബീജരൂപനും ആയിത്തീരുന്നു. ശിവബാബയിൽ നിന്നുമുള്ള ജ്ഞാനത്തിൻ്റെ കടും നീല പ്രകാശകിരണങ്ങൾ കൊണ്ട് എന്നിലെ ജ്ഞാന പ്രകാശക്ഷേത്രം നിറയുകയും സാകാര ലോകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു. അനേകാനേകം ആത്മാക്കളുടെ ജ്ഞാനക്ഷേത്രങ്ങൾ ഈ കിരണങ്ങളാൽ പ്രകാശമാനമാകുന്നു. ഈ ആത്മാക്കൾക്ക് ശിവബാബയുടെ ജ്ഞാനകിരണങ്ങൾ നേരിട്ട് കിട്ടാൻ തുടങ്ങുന്നു. അവരുടെയും ജ്ഞാനക്ഷേത്രങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങുന്നു. ഈ കടും നീല കിരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് തിരകളായി വിശ്വത്തിലെങ്ങും പരക്കുന്നു. അമ്മയുടെ രൂപത്തിൽ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ ഇളം നീല കിരണങ്ങൾ എന്നിൽ പതിക്കുന്നു. എന്നിലെ ഇളം നീല ശാന്തി ക്ഷേത്രത്തെ സമ്പന്നമാക്കുന്നു. എനിക്ക് പരമശാന്തി അനുഭവപ്പെടുന്നു. എന്നിൽ നിന്നും ശിവബാബയുടെ ശാന്തി കിരണങ്ങൾ സാകാര ലോകത്ത് വ്യാപിക്കുന്നു. അനേകാനേകം ആത്മാക്കളുടെ ഇളം നീല ശാന്തി ക്ഷേത്രങ്ങൾ പ്രകാശമാനമാകുന്നു. അവരുടെ ശാന്തി ക്ഷേത്രങ്ങൾ നിറച്ച് ശിവബാബയുടെ ശാന്തി കിരണങ്ങൾ വിശ്വത്തിലെങ്ങും വ്യാപിക്കുന്നു.
ശാന്തിയുടെ ഇളം നീല പ്രകാശകിരണങ്ങൾ വിശ്വമെങ്ങും വ്യാപിച്ച് സർവർക്കും പരമശാന്തിയുടെ അനുഭവം ഉണ്ടാക്കുന്നു. പ്രിയതമനായ ശിവപരമാത്മാവിൽ നിന്ന് ആത്മീയ സ്നേഹത്തിൻ്റെ ഹരിത കിരണങ്ങൾ എൻ്റെ സ്നേഹക്ഷേത്രത്തിൽ പതിക്കുന്നു. ഞാനിപ്പോൾ ആത്മീയ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നു. ഞാൻ സ്നേഹം കൊണ്ട് സമ്പന്നമാകുന്നു. ശിവബാബയിൽ നിന്നുള്ള ആത്മീയ സ്നേഹത്തിൻ്റെ ഹരിത കിരണങ്ങൾ എന്നിലൂടെ സാകാര ലോകത്ത് എത്തുന്നു. അനേകാനേകം ആത്മാക്കളുടെ ഹരിത പ്രകാശ ക്ഷേത്രങ്ങൾ നിറച്ചുകൊണ്ട് ഈ കിരണങ്ങൾ വിശ്വത്തിലെങ്ങും ആത്മീയ സ്നേഹം പരത്തുന്നു. സ്നേഹിതന്റെ രൂപത്തിൽ ശിവബാബ അതീന്ദ്രിയ സുഖത്തിൻ്റെ മഞ്ഞ കിരണങ്ങൾ എൻ്റെ സുഖത്തിൻ്റെ മഞ്ഞ ക്ഷേത്രത്തിൽ പതിപ്പിക്കുന്നു. ഞാനിപ്പോൾ അതീന്ദ്രിയ സുഖത്തിൽ ആറാടുകയാണ്. ഈ കിരണങ്ങൾ എന്നിലൂടെ സാകാര ലോകത്ത് എത്തി അനേകാനേകം ആത്മാക്കളുടെ സുഖക്ഷേത്രങ്ങൾ പ്രകാശമയമാക്കുന്നു. അവരുടെ സുഖക്ഷേത്രങ്ങൾ നിറച്ചിട്ട് ഈ കിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലും അതീന്ദ്രിയ സുഖത്തിൻ്റെ മഞ്ഞ തിരകൾ വ്യാപിപ്പിക്കുന്നു. പരമ സദ്ഗുരു ശിവബാബയിൽ നിന്ന് പവിത്രതയുടെ ഓറഞ്ച് പ്രകാശ കിരണങ്ങൾ എന്നിലെ ഓറഞ്ച് പ്രകാശ ക്ഷേത്രത്തിൽ പതിയുന്നു. ഞാൻ പവിത്രതയുടെ ശക്തി കൊണ്ട് സമ്പന്നമായിത്തീരുന്നു. എന്നിലൂടെ ശിവബാബയുടെ പവിത്രതയുടെ കിരണങ്ങൾ സാകാര ലോകത്തിൽ എത്തി അനേകാനേകം ആത്മാക്കളുടെ പവിത്രതാ ക്ഷേത്രങ്ങൾ പ്രകാശമാനമാക്കുന്നു. അവരുടെയും പവിത്രതാ ക്ഷേത്രങ്ങൾ നിറച്ചിട്ട് ഈ കിരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് പവിത്രതയുടെ ശക്തിശാലി തിരകൾ ലോകമെങ്ങും പരത്തുന്നു. വിശ്വത്തിലെ ആത്മാക്കളിൽ നിന്ന് അപവിത്രത അകന്നുകൊണ്ടിരിക്കുന്നു. പരമപിതാവായ ശിവബാബയിൽ നിന്ന് ആത്മീയ ശക്തികളുടെ ചുവന്ന പ്രകാശ കിരണങ്ങൾ എന്നിലെ ചുവന്ന ശക്തിക്ഷേത്രത്തെ പ്രകാശമാനമാക്കുന്നു. ഇപ്പോൾ ആത്മീയ ശക്തികളുടെ സമ്പന്നത ഞാൻ അനുഭവിക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിമാനായിത്തീരുന്നു. എന്നിലൂടെ ശിവബാബയുടെ ശക്തി കിരണങ്ങൾ സാകാര ലോകത്തിലെത്തി അനേകാനേകം ആത്മാക്കളുടെ ചുവന്ന ശക്തിക്ഷേത്രങ്ങൾ പ്രകാശമാനമാക്കുന്നു. ഈ ആത്മാക്കളെ ശക്തി സമ്പന്നരാക്കി ശിവബാബയുടെ ശക്തി കിരണങ്ങൾ വിശ്വത്തിലെങ്ങും ആത്മീയ ശക്തി വ്യാപിപ്പിക്കുന്നു. ആത്മീയ ശക്തിയുടെ ഈ ചുവപ്പ് തിരകൾ ശക്തിഹീനരായ ആത്മാക്കളെ ശക്തിശാലി ആക്കി തീർക്കുന്നു. ശിവപരമാത്മാവ് കുട്ടിയുടെ രൂപത്തിൽ ആനന്ദത്തിൻ്റെ വയലറ്റ് കിരണങ്ങൾ എന്നിലെ വയലറ്റ് ക്ഷേത്രത്തിൽ പതിപ്പിക്കുന്നു.
എനിക്ക് പരമാനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശിവബാബയുടെ ആനന്ദകിരണങ്ങൾ എന്നിലൂടെ സാകാര ലോകത്തിലെത്തി അനേകാനേകം ആത്മാക്കളുടെ ആനന്ദക്ഷേത്രങ്ങൾ പ്രകാശമാനമാക്കുന്നു. ഈ ആത്മാക്കൾ ആനന്ദ പുളകിതരായിത്തീരുന്നു. അവരിൽ നിന്ന് ആനന്ദത്തിൻ്റെ വയലറ്റ് കിരണങ്ങൾ വിശ്വത്തിലെങ്ങും ആനന്ദതിരകളായി വ്യാപിക്കുന്നു. വിശ്വത്തിൽ നിന്ന് ദുഃഖത്തിൻ്റെ നിഴലുകൾ മാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 7 മൗലിക ഗുണങ്ങളാൽ സമ്പൂർണനും സമ്പന്നനുമായി ഞാൻ സാകാര ലോകത്തിലേക്ക് മടങ്ങി ഞാൻ വീണ്ടും ദേഹത്തിലേക്ക് തിരിച്ചു വരുന്നു. ഞാനിപ്പോൾ 7 മൗലിക ഗുണങ്ങളിൽ സമ്പന്നനായതിനാൽ എൻ്റെ സംസ്കാരം അഥവാ അർത്ഥബോധ മനസ്സ് ശുഭവിചാരങ്ങൾ മാത്രം ബോധമനസ്സിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിലും ബുദ്ധിയിലും ദിവ്യ ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദൃഷ്ടികോണുകൾ സദാ സകാരാത്മകമായിരിക്കുന്നു. എൻ്റെ വ്യവഹാരത്തിൽ ആത്മീയ മൂല്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഓം ശാന്തി.